പുഴിക്കര നഗരസഭയുടെ കീഴിലുള്ള അതായത് പരവൂർ പുഴിക്കരയാണ്. ഇത് ആക്ച്വലി ഇല്ല നമ്മുടെ ഗോവയിലൊക്കെ ഉള്ള ഇതേപോലത്തെ സ്ഥലമുണ്ട്, അറിയാം, പോയവർക്ക് അറിയാം ഇതേപോലെ. പക്ഷെ അത് നല്ല ലോങ് ആണ്, ഇങ്ങനത്തെ റോഡും അല്ല, സാധാരണ ടാറാണ്. പക്ഷേ അപ്പുറത്ത് തെങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഭയങ്കര രസമാണ്. ഇതാണ് പരവൂർ പുഴിക്കര പാലം. ഇത്തിക്കര 6 വന്ന് കയറുന്ന സ്ഥലമാണ്. ഇത്തിക്കര 6 വന്ന് കയറുന്ന സ്ഥലം അല്ലേ? ഇത്തിക്കര 6 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണ്. അതെ, ഇവിടെ നോക്കി അവിടെ ഒരു പാലം, അവിടെ ഒരു പാലം. ദ്വീപൊക്കെ ഉണ്ടോ? കടലും കായലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം. പിന്നെ അവിടെ ഒരു ദ്വീപുണ്ടോ? മണ്ണടിഞ്ഞടിഞ്ഞ് ഉണ്ടായ ദ്വീപാണത്. ജീവനുള്ള മീനൊക്കെ അവിടെ ജീവനുള്ള മീനൊക്കെ അല്ല താഴെ കണ്ടു അതവിടെ പിടയ്ക്കുന്നു. അമ്പലങ്ങളൊക്കെ ഇഷ്ടമുണ്ട് ഇവിടെ. അപ്പുറത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ മറ്റേ പൊടിയുടെ അടുത്തെത്താം. അപ്പുറത്തൂടെയും നമ്മളിങ്ങോട്ട് വന്ന വഴിക്കും വേണേൽ കയറിപ്പോ. നമുക്കൊരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ കയറി. ഇവര് നീ തിരിച്ചു വരുമ്പോൾ അവിടെ കയറിട്ടേ വരത്തുള്ളൂ. അത് വേറെ നമുക്കറിയാം. എന്ത് പൊളിച്ചിട്ട്? അതെ, ആ ഭാഗമെല്ലാം അടിച്ചു പൊളിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം പൊക്കോണ്ടിരിക്കും. അപ്പൊ പരവരത്തറ ഇതിനാണ് രാജാക്കന്മാർ വെച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൗസാണ്. രാജാക്കന്മാരുടെ വിസ്മയം. അതെ, നമ്മൾ ആക്ച്വലി ഇപ്പം അവന്മാർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നോട്ടാ. ഇതാണ് കടലും കായലും കൂടെ ചേരുന്ന സ്ഥലം. ഓരോരുത്തർ ഇറങ്ങി റോൾ നമ്പർ 1, 2, 3, 4. നമ്മൾ നേരത്തെ കണ്ട മറ്റേ എന്താ പറയുക, ആ ദ്വീപിൻ്റെ പാലൊക്കെ ഉണ്ട്. അവിടെ എടുക്കണം, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അപ്പച്ചേട്ട പോലത്തെ ബൈക്കല്ലത്, അത് NS ആണ്. എൻ്റെ അത് ഡോമിനോറാണ്. ചീപ്പാക്കരുത് പ്ലീസ്. കാരണം അവിടെ പഴയ ഒരു അമ്പലമുണ്ട്, പഴയ അമ്പലം. നോക്കിയതാ പഴയ അമ്പലം. അപ്പോൾ എന്തു തമ്മേ, ഇതുവരെ ഞങ്ങളുടെ കുട്ടികളെ മാറാത്ത അമ്മയത്. പിന്നെ എൻ്റെ കുട്ടികൾ എങ്ങനെ മാറാനാ? ആ അതെ, വേണ്ട വേണ്ട മോളെ. ഓർമ്മയോ? ഓർമ്മയ്ക്ക് പോക്കറ്റ് വെച്ചോളായിരുന്നു. അപ്പോ അച്ഛൻ ഇച്ചി മുള്ളാൻ പോയി. ഹായ്. ആ തുമ്മി ഇഷ്യൂ. ഈ പെണ്ണിനെ കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല, ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. തുമ്മൽ മാത്രമല്ല, ഛർദിലും വാളുവെപ്പലും. ഇല്ല മുല്ല എന്ത് നിർത്തിയെന്ന്? എന്താന്ന് അല്ലേ എവിടെയും കൊണ്ടുപോകാൻ പറ്റിയ പിള്ളേര്? നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ നാശമായി കളയും പിള്ളേര്. എന്റെ അമ്മയെ തൊട്ടുണ്ടല്ലോ അടിക്കാൻ വരുന്നുണ്ടോ? ആ അമ്മ അടി വായിക്കാൻ ഞാൻ പറയാം ദേഹത്തോട്ട്. പിന്നെ പിന്നെ അമ്മയുടെ ഒരു സംശയം, ഇവിടുന്ന് കയറി എങ്ങനെയാണ് അപ്പുറത്ത് എത്തിച്ചത്? ഞാൻ പറയും കയറിയിട്ടിട്ട് കറണ്ടല്ല അമ്മ, അത് വെള്ളം പോകുന്നത്. ഇതിലേം കൂടെ വെള്ളം വന്നിട്ട് അപ്പുറത്തോട്ട് ഇല്ല. മനസ്സിലായില്ല? എന്താ കറിയാമല്ലോ. കാട്, വലിയ കാട്. ആണ്ടാ ഞാൻ വെള്ളം പോന്നെ. അച്ഛാ അത് വെള്ളം പോണേന്ന് പറഞ്ഞിട്ടാ വിശ്വസിക്കുന്നില്ല ഇത്. അയ്യോ അല്ലല്ലത് മനസ്സിലായില്ല. അയ്യോ ഇതാണ് അമ്മുമോൾ, അച്ചുമോൾ, ചത്ത് കിടക്കുന്ന അച്ചുമോൾ. പോവേ ആ പോവാം.
അച്ഛന് പരിപാടിയുള്ളത് താമരയൊക്കെ പിച്ചുകൊണ്ട് വരും. ഇങ്ങനത്തെ എന്തെങ്കിലും സൈക്കോളജിക്കൽ വിഷയങ്ങളുണ്ടെങ്കിൽ കാണുന്ന പുല്ലുകളെല്ലാം പിച്ച് പിച്ച് വീട്ടിൽ കൊണ്ടുവരും. ചെടിയൊന്നും കൊണ്ടുവരത്തില്ല. അത് ചെടിയല്ല, അമ്മയാണ്. അല്ലേ വെള്ളം. വീണ്ടും നമ്മുടെ യാത്ര ഇതാ തുടങ്ങുന്നു. ഒരു 10 മിനിറ്റ് റെസ്റ്റിന് ശേഷം. അച്ഛനുണ്ട് ഇവിടെ ചക്ക കൊടുക്കുന്നത്. അച്ഛമ്മ എന്താ അവിടെ ഇരിക്കുന്നേ? എല്ലാം കഴിച്ച ഇറങ്ങി പോകുന്നു. അച്ഛൻ പോവാണ്. അമ്മ എന്താ അവിടെ ഇരിക്കുന്നത്? അമ്മ പോട്ട് ഉറക്കം വില തിന്നിട്ടൊക്കെ ഉറക്കാൻ കിടക്കുന്നു. കെട്ടിയോളെ പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ നാളെ ചക്കയും കൊണ്ടുവരുന്ന വീഡിയോ എടുക്കാം. ഞങ്ങൾക്ക് ചക്ക കിട്ടി ഗൈസ്. അപ്പു ചക്കയും കൊണ്ടുവരും. അപ്പു ചക്ക കൊണ്ടുവരും. അടുത്ത ചക്ക മതിലിന്റെ മുകളില് ചക്ക ചക്ക ചേച്ചിയാണ്. അടുത്ത ചക്ക അവരുടെ ഫ്ലൈറ്റിൽ കയറ്റിക്കൊണ്ടു പോകും. അടുത്ത ചക്ക ആ ചക്ക വളർന്നില്ല, വളർന്നുകൊണ്ടിരിക്കുന്ന ചക്കയാണ്. അശ്വര വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ചക്കയൊക്കെ കൊണ്ട് പോയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചക്കയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? അവിടെ 2 ചക്കകൾ ഇവിടെ ഇരിപ്പുണ്ട്. അത് വലിയ ചക്ക, ഇത് കുഞ്ഞു ചക്ക. ഇതാ ചക്കയുടെ പ്ലാവ്. വേറെ വലിയ ചക്ക നോക്കിക്കുന്നു. അത് അവിടെ ഇപ്പൊ മുണ്ട് കൊടുത്തോണ്ട് അച്ഛനറിയാത്ത വീട്. അതെ, എവിടാ കൊല്ലത്തൊക്കെ വന്ന് പലവരൊക്കെ വന്നിട്ട് ചക്കയും വായിച്ചോണ്ട് പോകും. എന്തോ പറയാനാ. ചക്ക മാത്രമല്ല, അതോടെ ചക്കയുടെ മണം അടിച്ചു തുടങ്ങി ഓരോരുത്തർക്ക്. ചക്ക മാത്രം ചക്കയുടെ മിച്ചാത്തി കിട്ടി ചക്ക ചേച്ചിക്ക് ടാറ്റ. സ്മെല്ല് നല്ല മണം ഉണ്ട് കേട്ടോ. അല്ലേ ഇല്ലേ സാർ? എന്തൊക്കെയാണ് കൂടെ മരിക്കും? ചെമ്പരത്തി വഴിക്ക് ചെമ്പരത്തി വരയ്ക്കും വരിക്കക്കൂടി. അങ്ങനെ 2 ഇനങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ചക്ക. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ ചക്കയെ കൊണ്ട് എങ്ങോട്ടാ പോകണമെന്നുള്ളത്. ഞങ്ങൾ എക്സ്പോർട്ടിങ് തുടങ്ങാൻ പോവാ അല്ലേ? ചുമ്മാ അതെ, മുല്ലവള്ളിയും തേന്മാവും പിടിച്ച അതെ. അതല്ല കുഞ്ചക്കോപന്റെ മുല്ലവള്ളിയും തേന്മാവും എന്ന് പറയുന്നത് കുഞ്ചക്കോ ഗോപനല്ല, കുഞ്ചാക്കോ ഗോപൻ. കുഞ്ചാക്കോബൻ വടക്കിന് വരും. എന്റെ പേര് തിരുത്തി പറഞ്ഞു. അതെ, കുഞ്ചാക്കോ ചാക്കോ ചാക്കോ. അതെ, ചാക്കോച്ചിയുടെ മുല്ലവള്ളിയും തേന്മാവും. അതെ, ഞാൻ കണ്ടില്ല പടത്തിൽ. ഞാനും കണ്ടില്ല. ഞങ്ങള് കണ്ടിട്ടില്ല. സ്ഥലം കണ്ട്. മുല്ലവള്ളി പിടിച്ച് കിടക്കുന്ന സ്ഥലം